പശുവിന് പുല്ലരിയാൻ വന്നാണോ? നല്ല രസല്ലേ പോണ്ടേ? പോവാ. പണ്ട് ഈ സാധനം ഇല്ലേ ഇതൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് കളിക്കായിരുന്നു. അപ്പൊ വലിയ വല്ലതും ഉണ്ടാവുമെന്നാണ് അല്ലേ? അന്ന് വരുമ്പോ നല്ല വെള്ളം വീടിനട്ടഞ്ഞ് നിങ്ങൾ ആ സൈഡിൽ നിന്നിട്ട് അന്ന് വരുമ്പോ നല്ല വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? കനാലില് നോക്കിയൊക്കെ ഇപ്പൊ കനാലില് വെള്ളം പറ്റിയാർക്കുന്നു. ഈ സമയത്താണ് ശരിക്കും ചുണ്ടന്റെ മുറിവാണ്. മുറിവ് പറ്റിക്കാണ് ചുണ്ട് പോയി. ഇന്നലെ വീഡിയോ എടുത്തതാ. ഉള്ളിലും ഉണ്ട് കേട്ടോ. ഉള്ളില് വലുതായിട്ട് അങ്ങനെ നീല കളറായിട്ട് വീഡിയോ എടുത്തപ്പോ നടുക്കി പരിക്ക്. ആകെ ആ സാധനം ആ ഊഞ്ഞാലില്ലേ ഊഞ്ഞാലിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ടതാ. ആ സാധനം നേരെ അത് പോയിട്ട് അങ്ങനെ ഇങ്ങടിക്ക് വന്നു. അങ്ങനെ ചുണ്ടത്തൊരറ്റടി ശരിക്കും ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടിട്ട് പല്ലിലേക്ക് തട്ടി അങ്ങനെ അങ്ങോട്ട് വീർത്തു. ഉള്ളിലേക്ക് നല്ല വേദന. പക്ഷെ ഇന്നാണിപ്പോ ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇന്നലെ പുറമേക്ക് ഉണ്ടായിരുന്നില്ല, ഉള്ളിലേക്കായിരുന്നു. അങ്ങനെ നീല കളറായിട്ടുണ്ട് ഉള്ളില്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ഷോർട്സ് എടുക്കാൻ വന്നതാ. പുതിയൊരു എന്ന് പറയുമ്പോ എനിക്ക് അവിടെ വേദനയുണ്ട്. ഇന്നലെ നമ്മള് വീഡിയോ എടുത്തു, കണ്ടിട്ടുണ്ടാവില്ലേ എല്ലാവരും? മറ്റേ ഏത് നമ്മുടെ ആശാ ഉണ്ണി ചാനലില്. അപ്പൊ വീഡിയോ എടുത്തപ്പോ ചങ്ങലേന്ന് മറ്റേ നമ്മുടെ ഇതില്ലേ ചൂരലിന്റെ ആ ഒരു ഊഞ്ഞാലുണ്ട്, അത് അഴിക്കുന്ന സീനായിരുന്നു. അത് അഴിച്ച വഴിക്ക് ചങ്ങല വന്നിട്ട് ഒറ്റടിയാണ്. അത് അഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടണം, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനിത് അഴിച്ചിട്ട് സിമ്പിളായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതിന്റെ ഇടയിൽ ഈ സാധനം ഈ ചങ്ങല അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നത് ഞാൻ അറിഞ്ഞില്ല. പടേന്ന് ഒരു കൊണ്ടലിന്റെ ചുണ്ട് ചോരൊക്കെ വന്നു, ഉള്ളില് മുറിവുണ്ട്. എന്നിട്ട് അറിയില്ല. അപ്പൊ നിനക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പെട്ടെന്ന് ഞാൻ നിർത്തിയിട്ട് അത് കൊണ്ടുടനെ എനിക്ക് ഭയങ്കര വേദനയായി. അപ്പൊ ഞാൻ നിർത്തി. അപ്പൊ ആ ഒരു സീനും കൂടി അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ചുണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ചുണ്ടെന്ന് ചോര മുറിവായാലും ഒരു സെക്കൻഡ് വേണ്ടു. അപ്പൊ ആ സീൻ അങ്ങനെ കഴിയല്ലോ. നല്ല ഈ ചുണ്ടത്തെ ആകെ വല്ല കല്ലച്ച് ഇന്ന് രാവിലെ ബ്രഷ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. ഇവിടെ ചുണ്ടത്ത് തട്ടിയിട്ടേ ഇന്നേക്ക് ഇങ്ങനെ പുറത്തേക്ക് നന്നായിട്ടില്ല, എന്നാലും ഉള്ളിലേക്ക് നല്ല വേദനയുണ്ട്. നീല കളർ. കുറച്ച് ആത്മാർത്ഥത കൂടുതൽ. അങ്ങനെ എന്ത് റിസ്ക് എടുത്തും അഭിനയിക്കും, വീഴേണ്ടടുത്ത് വീഴും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അത്രയും ആത്മാർത്ഥത ഞാൻ കണ്ടില്ല. ഇന്നലെ എനിക്ക് ശരിക്കും കൊണ്ടുവിട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമുക്ക് വീഡിയോ എടുക്കുമ്പോ പരിക്കൊക്കെ പറ്റും. സിനിമയിലൊക്കെ നല്ല പരിക്ക് പറ്റും. സിനിമയിലൊക്കെ ചില ആൾക്കാർ മാത്രമാണ് ഫുള്ള് ഡ്യൂപ്പ്. സിനിമയിലൊക്കെ എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കൊണ്ടുപോടാൻ. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അന്നാ സ്റ്റെപ്പിന്റെ മോള് അടി വരെ ചാടിയതോ. അയ്യോ, അത് കണ്ടപ്പോ ഇക്കനെ പേടി കഴിഞ്ഞത്. എന്ത് കാണിക്കും, ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, ഉണ്ണേട്ടനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ വിചാരിക്കേ പോയി എടുക്കേണ്ടി വരുമോ എന്നിട്ട് ഞാൻ കടിച്ചു വെച്ച് ഞാൻ എങ്ങാനും എന്താണ് അഭിനയിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തേക്കല്ലോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ 2 സ്റ്റെപ്പ് വീണതായിട്ട് ഞാൻ എന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തെന്നറിയോ, ഉണ്ണേട്ട ഫുള്ള് അത് എടുത്തോണ്ട് എനിക്ക് തോന്നി ഇത് ഫുള്ള് പറ്റുന്നുള്ളത്. അപ്പൊ സ്പോട്ടിൽ ഞാൻ വെച്ച് നീ ക്യാമറ മാറ്റി വെച്ചു. കാരണം രണ്ടാമത് ചെയ്യാൻ പറ്റില്ല അത്. കാരണം തലക്ക് ഇടിക്കാണ്, ഓരോ സ്റ്റെപ്പും ഇറങ്ങുമ്പോൾ തലക്ക് ഇടിച്ചോണ്ടിരിക്കുകയാണ്, തലക്ക് പണി. അപ്പൊ അതങ്ങനെ ചെയ്തപ്പോ എന്നിട്ട് 2 ദിവസം എനിക്ക് പുറം വേദന. പിന്നെ അതുപോലെ ഇങ്ങനെ ഞാൻ അങ്ങനെ തട്ടുമ്പോ ഇങ്ങനെ മറിയണ സീൻ, അതൊക്കെ ഒരു പ്രാവശ്യം തണ്ടല് വേദനയൊക്കെ ആയിട്ട് എടുക്കണ ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതില് എന്നെ ശരിക്കും എടുത്തൂലേ. ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള ആളായ കാരണം കൊണ്ട് പിന്നെ എന്താ പറയാ, രണ്ടുപേരും ഏകദേശം ഒരേ വെയിറ്റ് ആണ് അല്ലേ ചേട്ടാ. ഇപ്പൊ ഞാൻ ഇത്തിരി കൂടി കുറയ്ക്കും കൂട്ടും, അങ്ങനെയാണ് ഞാൻ. അപ്പൊ എന്നെ അതായത് ഉണ്ടേണ്ട അതേ വെയിറ്റ് ഉള്ള എന്നെ പൊക്കാൻ അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനെ പൊക്കിയിട്ടതുപോലെ തണ്ടൽ വേദനയായിട്ട് കുറച്ച് നാൾ നടന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങളിന്ന് വയറ് നിറച്ച് ഫുഡൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. സദ്യ കൊണ്ടിട്ട് വരികയാണ്. സദ്യ കൊണ്ടിട്ട് ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് സ്ഥിരം വീഡിയോ എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ട്, അവിടേക്ക് വന്നിരിക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ ഒരു പാടുണ്ട് ഇവിടെ അടുത്ത് തന്നെ, അവിടെ എടുക്കാറ്. ഇവിടെ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. അത് അയ്യോ ഇവിടെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സൈലന്റ് ഏരിയയാണ്, നല്ലൊരു എന്താ പറയാ, അങ്ങനെ ഒരു രസമുള്ള ഒരു ഏരിയ. എനിക്ക് അത് കാരണം കൊണ്ട് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ അവിടെ ശിവക്ഷേത്രത്തിൽ വിയൂര് ശിവക്ഷേത്രത്തിൽ പ്രസാദൂട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായിട്ട്. അപ്പം ഞാൻ 12 ഇങ്ങനെ ഉണ്ണിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഉണ്ണിയുടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ട് നമ്മുടെ പഴയ ഒരു മിനിറ്റ്
കൗൺസിലറിൻ്റെ സ്റ്റാറ്റസ് കണ്ട് ഇങ്ങനെ പ്രതിഷ്ഠാ ദിനം പ്രസാദം ഊട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് അങ്ങനെ വിട്ടു. പിന്നെ ഇന്നിപ്പോൾ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് 1 മണിക്ക് ഞങ്ങൾ സ്റ്റാറ്റസ് കാണുന്നത്. ചേട്ടാ വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പ്രസാദം ഊട്ട് ലാസ്റ്റ് ട്രിപ്പ് ആയിരുന്നു. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ലാസ്റ്റ് ട്രിപ്പിൽ അങ്ങോട്ട് കയറി പോയി. നല്ല ക്യൂ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യ കേട്ടോ. ഒറ്റ ഊട്ട് മുടക്കാറില്ല, അമ്പലത്തിലായാലും പള്ളിയിലായാലും എല്ലാത്തിനും പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. എവിടെയെങ്കിലും എല്ലാം ഊട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കാണുമ്പോൾ അറിയായിരിക്കുമല്ലോ അല്ലേ വണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വെച്ച് നല്ല പാലടയല്ല, പക്ഷെ അടയല്ലാണ്ട് അരിയുള്ള പാലട പായസം, അരി ഇട്ടിട്ടുള്ള ആ പാലടയുടെ ടേസ്റ്റ് നല്ല അതേ ടേസ്റ്റിൽ അരി ഇട്ടിട്ടുള്ള പായസമായിരുന്നു കേട്ടോ, പാൽപ്പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയത് അല്ലേ. അങ്ങനെ അടിപൊളി സദ്യ കഴിച്ചു. പിള്ളേർ മോൻ സ്കൂളിൽ പോയി. മോൻ സ്കൂളിൽ പോയിട്ടുണ്ട്. മോൾക്ക് ഇന്ന് പിക്നിക്കാണ്. അപ്പോൾ മോൾ ഇന്ന് രാവിലെ മോനായിരുന്നു. അപ്പോൾ ഇന്ന് മോൾക്കാണ് പിക്നിക്ക്. അവരിവിടെ അത് അവൻ പോയ സ്ഥലത്ത് തന്നെ തനിമ ഫാമില്ലേ പാലക്കാട്, അവിടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ അവളെ ഇനിയിപ്പോൾ അവളൊരു 7:30 ആവും എത്തുമ്പോൾ. അങ്ങനെ തന്നെയാണ് മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് നമുക്ക് മെസ്സേജ് ഇടും. എന്നിട്ട് നമ്മൾ ഏകദേശം അവിടെ എത്താറാകുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയാൽ അങ്ങനെ കുട്ടീനെ കിട്ടും. അങ്ങനെ ആയിട്ട്. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷങ്ങൾ മെയിനായിട്ട് തന്നെയാണ് പരിക്ക്. ഉള്ളിലേക്ക് മുറിവുണ്ട്, ചുണ്ടിന്റെ ഉള്ളിലേക്ക് മുറിവായി. ഇവിടെ നീല കളറായി ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഫുള്ള്. ഇന്നലത്തെ കാട്ടിൽ ഇത്തിരി കുറവുണ്ട്, എന്നാലും ഉണ്ട്. മാറും കുറച്ച് കഴിഞ്ഞാൽ, കുറച്ച് ടൈം എടുക്കും എന്തായാലും. അപ്പം അങ്ങനെ. അപ്പോൾ നമുക്ക് പോയാലോ? അതെ, വരും. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.